ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പുതിയൊരു ഫിലിം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരൊക്കെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഫിലിമാണ്. അപ്പോൾ നിങ്ങൾ ഫിലിം കാണാൻ പോകുന്നതിന് മുന്നേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചിരിക്കുക ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പണ്ട്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു മാളൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനും തിയേറ്ററിൽ ഇരുന്നപ്പോൾ നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്യാം. കാരണം വെച്ചാൽ അതൊരു സർവൈവൽ പടമാണ്. അപ്പോൾ അതുപോലെ ഒരു ഫിലിം എടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മഞ്ഞുമൽ ബോയ്സിൽ അവർ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് ടു ഇസഡ് കാര്യം ഫിലിമിലുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അങ്ങ് ഇരിക്കും. നമ്മൾ ആ പടത്തിൽ കൂടെ അങ്ങ് സഞ്ചരിച്ച്, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ഒറിജിനൽ കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി അല്ല, ഒറിജിനൽ കഥയാണ്. അപ്പോൾ ഇതിലൊരു 9 പേര് 11 പേര് ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറിജിനൽ ആളുകളുടെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ച കഥയിൽ ഏകദേശം അവർ പറഞ്ഞാണ് ഒരു 96% കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സ്, നമുക്കത് ഭയങ്കരമായിട്ട് എന്തിനാണ് ഇമോഷണലി കണക്റ്റ് ആയിട്ട് ഉള്ള ഒരു പടമാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ ഇപ്പോൾ എനിക്ക് ആ ഫിലിം കണ്ടപ്പോൾ കൊടൈക്കനാലിൽ ടൂർ പോകാനും ഗുണ കേവിൽ പോകാനും അങ്ങനെയൊക്കെ, അതായത് സിനിമ തീരല്ലേ പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഷോക്ക് കയറി 5:30 ആകുമ്പോൾ കഴിയും സാധാരണ, പക്ഷേ ഇത് പെട്ടെന്ന് 4:45 കഴിയപ്പോഴേ സിനിമ തീർന്നു പോയി. അപ്പോൾ ഒരു പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ളൊരിതാണ്. സെക്കൻഡ് ഹാഫൊക്കെ നമ്മളങ്ങ് ഇരുന്ന് അയ്യോ ഇത് എന്തിനാണ് സംഭവിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ നമ്മളങ്ങ് ഇരുന്ന്. പക്ഷേ എനിക്ക് കഥ മുന്നേ അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ഇതും കേട്ടിട്ടല്ല, അല്ലാതെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞ് അടിപൊളിയാണ്. അപ്പോൾ അത് വെച്ച് പോയതാണ് ഗൈസ്. നമ്മുടെ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊടൈക്കനാലാണ്. അപ്പോൾ കൊടൈക്കനാലിൽ പോകണമെന്ന് നമുക്ക് തോന്നും. അതുമാതിരിയാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ സെറ്റ്, പിന്നെ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇത് ഒറിജിനൽ സെറ്റ് അല്ല, അവർ ഒറിജിനൽ ഇതല്ല, സെറ്റ് ഇട്ടതാണ്. കാരണം വെച്ചാൽ ആ ഗുഹയുടെ അകത്തൂടെയൊക്കെ പോണ ഓരോ സീനും നമുക്കിങ്ങനെ എന്താണ് നോക്കിയിരിക്കുന്ന തരത്തിലുള്ള സീനുകളാണ്. നമുക്ക് തന്നെ ഇതെന്ത് സംഭവിക്കുന്നത്, എങ്ങനെ സൗബിനും ശ്രീനാഥ് ബാസിയാണ് അത് പെയറായിട്ട് വരണത്, അവരിത് എങ്ങനെ അഭിനയിക്കണമെന്നുള്ള ഓർത്ത് നമ്മൾ എൻ്റെ പൊന്നു എന്താണ് നമുക്ക് ആ പ്ലേസ് പോയി വിസിറ്റ് ചെയ്യാൻ തോന്നും. കാരണം അതുമാതിരിയാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഓരോ, അതായത് ടു ഇസഡ് കാര്യങ്ങൾ പക്ക അവർ എന്താണ് ഡയറക്ടർ എന്താണോ അവരുടെയൊക്കെ പറഞ്ഞത് അതിനേക്കാളും ഇരട്ടി അതിൽ ആക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവരെ ഫ്രണ്ട്ഷിപ്പ് നല്ല ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമ്മൾ പോയാലും നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, ഇതിൽ ആരിറങ്ങും. കാരണം വെച്ചാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയല്ലേ ഇവർ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് റിയലായിട്ട് നടന്നതിന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ട്. അത്ര ഒരു സൂപ്പർ. അപ്പോൾ നമുക്ക് ഫോണിലൊന്നും ഇരുന്ന് OTT കണ്ടാലൊന്നും ഈ പടത്തിൻ്റെ ആ ഒരു ഒറിജിനൽ ഇത് നമുക്ക് മനസ്സിലാവത്തില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോകണം. കാരണം വെച്ചാൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ ആ വവ്വാലൊക്കെ ഇങ്ങനെ പറന്ന് വരുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പിന്നെ ഈ കയറിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. സോ അതിൻ്റെയൊക്കെ ഓരോരോ ചെറിയ ഇതുപോലെ നമ്മളെ ഒരുപാട് ഇങ്ങനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ഫിലിം കാണണം. പിന്നെ ഇതിലെ ഓരോരുത്തരുടെ അഭിനയം എന്ന് വെച്ചാൽ പറയേണ്ട, അവരങ്ങ് ജീവിച്ചങ്ങ് മരിക്കുകയായിരുന്നു. അത്ര കിഡ് ഫിലിമായിരുന്നു. പിന്നെ കഥയും അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ അവരെ ഇതൊക്കെ പറഞ്ഞാണ് വരുന്നത്. സെക്കൻഡ് ഹാഫാണ് നമ്മളെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇത് തരാണ് സെക്കൻഡ് ഹാഫാണ്. പിന്നെ ഇതിലെ സോങ് പറയേ വേണ്ട, അത്ര അടിപൊളി സോങ്ങാണ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും റീൽസും സോഷ്യൽ മീഡിയ തുറക്കണ്ട അതിലെ പാട്ടേ ഉള്ളൂ. അപ്പോൾ അത്ര സൂപ്പർ സോങ്സാണ്. നല്ലൊരു ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അതുപോലെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടീമിന്, ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാങ്ങിന് നമ്മൾ നല്ലൊരു സല്യൂട്ട് കൊടുക്കണം. ഇതിൽ ശ്രീനാഥ് ബാസി ആയാലും സൗബിനൊക്കെ ആയാലും അവരുടെ മാക്സിമം 100 എന്നുള്ളത് 101% കൊടുത്തിട്ടുണ്ട്. അത്ര നല്ല അഭിനയമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ നിങ്ങൾ സിനിമയും പോയി കാണണം. കാരണം വെച്ചാൽ ഇത് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഫിലിമാണ്. നമ്മുടെ 2024 ഇറങ്ങിയ പ്രേമലു ആയാലും ബ്രഹ്മയുഗ ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും സൂപ്പറാണ്. നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടങ്ങളാണ്. അപ്പോൾ ഗൈസ്, ഇതിൽ ഓരോ കഥാപാത്രങ്ങളെയും അവർ കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളെ പോലും നമുക്ക് അയ്യോ അയാൾ വേണ്ടായിരുന്നു എന്ന്, അതായത് ഒരു മിസ്പ്ലേസിലല്ല അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആളുകൾ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ബാലു വർഗീസ് ആയാലും ആരായാലും എല്ലാവരും അതുപോലെയാണ്. സോ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ്, സോങ്, എല്ലാ കാര്യങ്ങളും, എഡിറ്റിംഗ് ആയാലും എല്ലാം പക്കയാണ്.
അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. കാരണം ഇറങ്ങിയിട്ടുള്ളത് പണ്ടാണ്, അല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാരണം ഭയങ്കര ടാസ്ക്കാണ്. കാരണം നമുക്കറിയാലോ ഇങ്ങനെ ഒരു പടം ചെയ്തെടുക്കണമെന്ന് പറയുമ്പോൾ അത് ക്യാമറയ്ക്ക് ഇത് എങ്ങനെ അവർ വെച്ച് ഇങ്ങനെ സംഭവം ആക്കി എടുത്തെന്ന് ഒരു പിടുത്തമില്ല. ഇതെങ്ങനെ ക്യാമറ അതിൻ്റെ ഇടയിൽ കൂടെ അതാ നമ്മുടെ ഇത് തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. സോ അതൊക്കെ സൂപ്പറായിരുന്നു. അത് നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിരിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ നിങ്ങളൊന്ന് അമർത്തിപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.